നമസ്കാരം. നീറോ ചക്രവർത്തിയുടെ കഥ ഓർമ്മയില്ലേ? റോമ സാമ്രാജ്യം കത്തിയമർന്നപ്പോൾ വീണ വായിച്ചിരുന്ന നീറോ ചക്രവർത്തി. ആരായിരുന്നു ഈ തീക്ക് ഉത്തരവാദികൾ? കൊള്ളക്കാരാണോ അതോ സ്വാഭാവികമായി തന്നെ സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് നീറോ ചക്രവർത്തി തന്നെയാണ് ഈ റോമ സാമ്രാജ്യത്തിന് തീയിട്ടതെന്നാണ്. കാരണം ഈ റോമിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ താമസിക്കുന്ന തെരുവുകൾ അതൊക്കെ നശിപ്പിച്ച ശേഷം അവിടെയൊക്കെ ആഡംബര സൗധങ്ങളും വലിയ കൊട്ടാരങ്ങളും ഒക്കെ കെട്ടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം നീറോ ചക്രവർത്തിക്കുണ്ടായിരുന്നു. പക്ഷെ ജനരോക്ഷം ഭയന്നുകൊണ്ട് പൊതുസഭ അദ്ദേഹത്തെ ഇതിൽ നിന്നും എപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ലക്ഷ്യം കാണാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് ഈ തീയിടലിനെ നീറോ ചക്രവർത്തി കണ്ടത് എന്നാണ് പല ചരിത്രകാരന്മാരും വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ തീപിടുത്തത്തിന് ഉത്തരവാദി എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ മുതൽ ഈ നീറോ ചക്രവർത്തിയുടെ കഥ കേരളത്തിൽ വീണ്ടും ഉയർന്ന് കേൾക്കുകയാണ്. പലയിടങ്ങളിലും നീറോ ചക്രവർത്തി എന്നൊക്കെ ആവർത്തിക്കുന്നുമുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് കൊടും ചൂടിൽ ജനങ്ങൾ വീണ് വെന്ത് മരിക്കുന്നതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബവുമൊത്ത് ഒരു ഉല്ലാസയാത്ര പോയിരിക്കുകയാണ്. ഇതിനാണോ ഈ മാധ്യമ വിചാരണ എന്നാണ് ഇടതുപക്ഷത്തിന്റെ അണികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. 19 ദിവസത്തെ വിദേശ യാത്രയാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയിരിക്കുന്നത്. ആരാണ് ഈ യാത്രയുടെ സ്പോൺസർമാർ? ആകെ എത്ര ചിലവ് വരും? മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഒക്കെ ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളാണ് ഇന്നലെ മുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിനൊന്നും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിപരമായി എന്നെ ഏറെ ആകർഷിച്ച ഒരു പരസ്യവാചകം അത് ഇടതുപക്ഷത്തിൻ്റെ തന്നെയായിരുന്നു, കേരളത്തിലെ CPM-ൻ്റെ തന്നെയായിരുന്നു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നായിരുന്നു അവരുടെ പരസ്യവാചകം. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷ മുന്നണിയായ INDA മുന്നണി, ആ INDA മുന്നണിയുടെ നട്ടെല്ല് തന്നെ തങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കാം. അതല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നിലനിർത്തുന്നത് CPM എന്ന പാർട്ടിയാണ് എന്ന് വേണമെങ്കിലും പറയാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏതൊരു പാർട്ടിക്കാരനും വളരെയധികം ആവേശം കൊള്ളുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പോലും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോരുന്ന തരത്തിലുള്ള പരസ്യവാചകമായിരുന്നു അത്. അങ്ങനെ മനോഹരമായ ആ പരസ്യവാചകം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഇടതിന്റെ കയ്യിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം 283 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനിയും പകുതിയോളം സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. പല സംസ്ഥാനങ്ങളിലും വലിയ പോരാട്ടങ്ങൾ നടക്കാനുണ്ട്. ഇവിടെയൊക്കെ INDA എന്ന മുന്നണി, ആ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായ CPM കൂടി ഒപ്പം നിൽക്കേണ്ടതുണ്ട്. അത് അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം INDA മുന്നണിയിലുള്ള പല പാർട്ടികളും പല സംസ്ഥാനങ്ങളിലും പരിപാടികൾക്ക് ചെല്ലുന്നുണ്ട്, പ്രാദേശിക പാർട്ടികൾ പോലും എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ സ്ഥലത്താണ്. കാരണം DMK എന്ന പ്രാദേശിക പാർട്ടിയുടെ അധ്യക്ഷനായ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ പോലും INDA എന്ന മുന്നണിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി സംസാരിക്കാൻ പറ്റുന്ന വേദികളൊക്കെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. നമുക്കറിയാം, CPM-ന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് CPM മത്സരിക്കുന്ന ഇടങ്ങളിലെങ്കിലും ചെല്ലേണ്ട ഒരു ബാധ്യത PB അംഗം കൂടിയായ പിണറായി വിജയൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റ് സംസ്ഥാനത്തെ നേതൃത്വങ്ങളൊക്കെയും പിണറായി വിജയന്റെ ഈ ഒരു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. കുറഞ്ഞ പക്ഷം CPM 2 മത്സരിച്ച ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. തമിഴ്നാട്ടിലെങ്കിലും മുഖ്യമന്ത്രിക്ക് പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയിരുന്നുവെങ്കിൽ ആ പാർട്ടിക്ക് അത് നൽകുന്ന ഒരു ആവേശം, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതായിരിക്കും. തമിഴ്നാട്ടിൽ മാത്രമല്ല, ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ CPM-ന് പോകാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ അവിടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് വീണ്ടും ഒരു തിരിച്ചു വരവ് വേണമെങ്കിൽ അവർക്ക് ഇന്ന് ഈ രാജ്യത്ത് എടുത്തു കാണിക്കാൻ പറ്റിയ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കാരണം ആ പാർട്ടി അവശേഷിക്കുന്ന, ആ പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ തീർച്ചയായും ഈ ഇടങ്ങളിലൊക്കെയും കൊണ്ടുവരേണ്ട ഒരു ആഗ്രഹം ആ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഇവിടങ്ങളിൽ മാത്രമല്ല, സിക്കറിലും ജലന്ധറിലും ആന്ധ്രയിലും ഒക്കെ CPM മത്സരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്കെയും 1-2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഒക്കെ ചെന്ന ആ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കേണ്ട ഒരു ബാധ്യത CPM-നുണ്ട്. അവരുടെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ.
ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രി എന്ന സൈബർ സഖാക്കളൊക്കെയും വിശ്വസിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. അവിടങ്ങളിലൊക്കെ ചെന്നിരുന്നു പിണറായി വിജയൻ എങ്കിൽ എന്തായിരുന്നു ഈ പോരാട്ടം, എങ്ങനെയായിരുന്നു ആ പോരാട്ടത്തിന്റെ ചൂടും മാറുക എന്നതൊക്കെ നമുക്ക് കണ്ടറിയാമായിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ രാജ്യം ഒന്നടങ്കം ഓടി നടക്കുന്നുണ്ട്. നമുക്കറിയാം തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി, കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ തുടങ്ങിയവരൊക്കെയും കേരളത്തിൽ ഉൾപ്പെടെ വന്നിരുന്നു. കേരളത്തിൽ അവർക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളാണ് UDF നേടിയത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും ഇവിടെയൊക്കെ ആ നേതാക്കൾ ഓടിയെത്തിരുന്നു. അവരൊക്കെ ഇപ്പോഴും രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. പ്രചരണത്തിന്റെ ഭാഗമായി നിറഞ്ഞു തന്നെ നിൽക്കുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ട പേര് യോഗി ആദിത്യനാഥിൻ്റെത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. 7 ഘട്ടങ്ങളിലും ഉത്തർപ്രദേശ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നുമുണ്ട്. 80 സീറ്റുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ബാധ്യത മാത്രമേ യോഗി ആദിത്യനാഥിനുള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി തന്നെ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ, അസാമിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിൽ പോലും എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ കേന്ദ്ര നേതാക്കളെയെല്ലാം തങ്ങൾക്ക് ഉയർത്തി പറയാവുന്ന എല്ലാ നേതാക്കളെയും BJPയും കേരളത്തിൽ ഉൾപ്പെടെ അവതരിപ്പിച്ചിരുന്നു. എന്തിനധികം അയലത്തുള്ള അണ്ണാമലൈ പോലും K സുരേന്ദ്രന്റെ പ്രചരണത്തിന് വേണ്ടി വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കളും ഓടി നടന്ന് ഒരു വിശ്രമം പോലും ഇല്ലാതെ രാപ്പകൽ ഭേദമില്ലാതെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ഉല്ലാസയാത്ര പോയിരിക്കുന്നത്. ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. ഇവരെ പോലെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായമുണ്ട്, അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കർണാടകയിൽ ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ പ്രായവും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രായവും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇവരൊക്കെയും പ്രായമുള്ള ആളുകളാണ്. ഇവർക്കൊക്കെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തിനധികം ദേവഗൌഡയ്ക്ക് പോലും ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല വേദികളിലും നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെയും തങ്ങൾക്ക് ഓടിയെത്താവുന്ന ഇടങ്ങളിലൊക്കെയും എത്തുന്നുമുണ്ട്. എന്തായാലും സൈബർ സഖാക്കൾ ന്യായീകരിക്കുന്നത് പോലെയൊന്നും സാധാരണക്കാർക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. വ്യക്തിപരമാണ് പിണറായി വിജയന്റെ യാത്ര, കയ്യിൽ നിന്നും കാശെടുത്താണ് അദ്ദേഹം യാത്ര നടത്തിയത് എന്നൊക്കെ പറയാമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം മോദി ഔദ്യോഗിക യാത്രയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പണം മുടക്കി ഉല്ലാസയാത്ര പോകുന്ന സമയത്തുമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളിൽ, മലയാള മാധ്യമങ്ങളിൽ അന്തിചർച്ചകളിൽ വന്നിരുന്ന ഘോരം പ്രസംഗിക്കാറുണ്ട് CPMന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ. അത്തരത്തിൽ ഘോരം പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നതും. എന്തായാലും BJPയെ ജയിപ്പിക്കാനുള്ള യാഗത്തിന്റെ ഭാഗമാണ് ഈ ഒരു ഒളിച്ചോട്ടം എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് പോലും കൃത്യമായ ഉത്തരം നൽകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. മോദി പ്രീതിക്ക് വേണ്ടിയാണോ പിണറായി വിജയൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതങ്ങനെയാണ് എങ്കിൽ അത് കുറഞ്ഞ പക്ഷം ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന അണികളെയെങ്കിലും അറിയിക്കേണ്ടതുണ്ട്. കാരണം എന്ത് നെറികേട് ഈ പാർട്ടി കാണിച്ചാലും നേതൃത്വം കാണിച്ചാലും ചങ്ക് പറിച്ച് അവർക്കൊപ്പം നിൽക്കുന്നവരാണ് CPM എന്ന പാർട്ടിയുടെ അനുഭാവികൾ. അവർ പൊതുസമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഒരു ഉത്തരമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയെങ്കിലും തൻ്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പാർട്ടിയുടെ ഭാവി പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്, നമ്മൾക്ക് ഇന്ന ആളുകളെ തൃപ്തിപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ, നമുക്ക് കേരളത്തിനപ്പുറത്തേക്ക് വലിയ സാധ്യതകളൊന്നുമില്ല, നമ്മൾ ഈ കേരളത്തെ ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പാർട്ടിയാണ് എന്നെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മിനിമം ബാധ്യത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ട്. നിലവിൽ എന്തായാലും ഇന്നലെ മാധ്യമങ്ങളിലൊക്കെയും നിറഞ്ഞു നിന്നത് പിണറായി വിജയന്റെ വിദേശ പര്യടനം തന്നെയായിരുന്നു. അന്തിചർച്ചകൾ മുഴുവൻ ഇതേക്കുറിച്ച് തന്നെയായിരുന്നു. നിലവിൽ ഇതുവരെയും ഒരു ക്യാപ്സൂൾ ഇറങ്ങിയിട്ടില്ല എന്നതും ഏറെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം മറ്റെന്തെങ്കിലും ഒരു വിഷയമായിരുന്നുവെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാപ്സൂളുകൾ ഇറങ്ങിയേനെ. പക്ഷേ ഇതുവരെയും ഈ വിദേശ പര്യടനത്തിന്റെ ക്യാപ്സൂൾ ഇറങ്ങിയിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം അത് എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ വരുമെന്ന്.